കാണുന്ന സെൻറ്റൻസുകളിൽ എല്ലാം ഓരോരോ മിസ്റ്റേക്സ് ഉണ്ട്. എന്താ മിസ്റ്റേക്സ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് നന്നായിട്ട് അറിയാം, നിങ്ങൾ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. പക്ഷേ എന്താ മിസ്റ്റേക്ക് എന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വീഡിയോ കണ്ടു നോക്കൂ. എല്ലാ മിസ്റ്റേക്സും എന്താണെന്ന് വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ടെൻസുകളിൽ എല്ലാവർക്കും ഇത്തിരി പേടിയുള്ളൊരു ടെൻസാണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. ഐ ഹാവ് ബീൻ ടു ഹൈദരാബാദ് റീസെൻ്റ്ലി. ഞാൻ ഹൈദരാബാദ് ഈ അടുത്ത് പോയിട്ടുണ്ട്. ഈ സെൻറ്റൻസ് പ്രസൻറ്റ് പെർഫെക്റ്റിലാണ്. അപ്പോൾ ഇതിൽ ആദ്യം വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഹൈദരാബാദ് ഈ അടുത്ത് പോയിട്ടുണ്ട്, ഇത് പോയി കഴിഞ്ഞൊരു സംഭവമല്ലേ, ഇതെങ്ങനെയാണ് പ്രസൻറ്റിലുള്ള ഒരു ടെൻസ് ആവുന്നത്? ഇതാണ് ആദ്യത്തെ സംശയം. പിന്നെ ഒരു ചോദ്യം ഉണ്ടാവുക, ഈ പ്രസൻറ്റിൽ സിമ്പിൾ പ്രസൻറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് പഠിക്കേണ്ട അത്യാവശ്യമുണ്ടോ? ഇത് ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റില്ലേ? ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഈ വീഡിയോയിൽ കൃത്യമായ മറുപടി തരാം. അപ്പോൾ തുടങ്ങാം. സത്യത്തിൽ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രസൻറ്റിലുള്ള ഒരു ടെൻസ് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ, പാസ്റ്റിൽ നടന്നൊരു സംഭവം പ്രസൻറ്റിലും അതിൻ്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് പറയാം. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. കുറച്ച് എക്സാമ്പിൾസ് പറയുമ്പം ഇത് ക്ലിയർ ആവും. ഐ ലോസ്റ്റ് മൈ ഫോൺ. ഇത് സിമ്പിൾ പാസ്റ്റിലത്തെ ഒരു സെൻറ്റൻസ് ആണ്. ഐ ലോസ്റ്റ് മൈ ഫോൺ. അപ്പോൾ ഈ സെൻറ്റൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന് എന്താ മനസ്സിലാവണേ? എനിക്ക് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു അല്ലേ? എപ്പോഴോ നഷ്ടപ്പെട്ടു. അത് തിരിച്ചു കിട്ടിയോ? അറിയില്ല. ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ കിട്ടി കാണില്ല, അറിയില്ല. എന്നാൽ ഐ ഹാവ് ലോസ്റ്റ് മൈ ഫോൺ, ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ്ലി സെൻറ്റൻസ് ആണ്. ഇത് പറയുമ്പോൾ ഐ ഹാവ് ലോസ്റ്റ് മൈ ഫോൺ, അതിൻ്റെ മലയാളത്തിലെ ട്രാൻസ്ലേഷൻ എങ്ങനെ വരിക? എനിക്കെൻ്റെ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആ ഫോൺ തിരിച്ചു കിട്ടിയിട്ടില്ല, നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോഴും. ആ ഫോൺ നഷ്ടപ്പെട്ടത് പാസ്റ്റിലാണെങ്കിലും അതിൻ്റെ റിസൾട്ട് നമ്മൾ പ്രസൻറ്റിൽ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ലോസ്റ്റ് മൈ ഫോൺ, സോ ഐ കൻ നോട്ട് കോൺടാക്ട് എനി വൺ ഓവർ ഫോൺ. എനിക്ക് ആരെയും ഇപ്പോൾ ഫോണിൽ വിളിക്കാൻ പറ്റുന്നില്ല. ഐ ലോസ്റ്റ് ഓൾ മൈ ഫ്രണ്ട്സ് ഫോൺ നമ്പേഴ്സ്. എല്ലാ ഫ്രണ്ട്സിൻ്റെയും ഫോൺ നമ്പർ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനത്തെ കുറേ റിസൾട്ട്സ് ഈ പ്രസൻറ്റിൽ നടക്കുക, പാസ്റ്റിൽ ഫോൺ നഷ്ടപ്പെട്ടിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് ഇതിനെ പറയുന്നത്. അതുപോലെ തന്നെ ഐ ഹാവ് ലോസ്റ്റ് മൈ ഫോൺ എന്ന് പറയുമ്പം ഈ ഫോൺ എപ്പോഴാണ് നഷ്ടപ്പെട്ടത് എന്നൊന്നും ഒരു പ്രസക്തി ഇല്ല അല്ലേ? ചിലപ്പോൾ ഇന്നലെ ആയിരിക്കും നഷ്ടപ്പെട്ടത്, ചിലപ്പോൾ 6 മാസം മുമ്പായിരിക്കും നഷ്ടപ്പെട്ടത്. അതിനിവിടെ ഒരു പ്രസക്തി ഇല്ല. ആകെയുള്ള ഇമ്പോർട്ടൻസ് എന്താ? ഇപ്പോഴും ആ ഫോൺ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, എനിക്കത് തിരിച്ചു കിട്ടിയിട്ടില്ല. ഇനി എങ്ങനെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റിൽ സെൻറ്റൻസ് ഉപയോഗിക്കുക എന്ന് നോക്കാം. അപ്പോൾ ആദ്യം സബ്ജക്റ്റ് വരണം, പിന്നെ സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഹാസോ അല്ലെങ്കിൽ ഹാവോ വരണം, പിന്നെ വേർബ് വരണം. വേർബ് ചുമ്മാ വന്നാൽ പോരാ, വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വേണം. അപ്പോൾ ആദ്യം സബ്ജക്റ്റ് വെച്ച് തുടങ്ങാം. സബ്ജക്റ്റ് ഏതൊക്കെയാവുക? ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ഇതൊക്കെ വരികയാണെങ്കിൽ ഹാസ് വരും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഐ, യു, ദേ, വി. പിന്നെ സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിലും നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യാം. അപ്പോൾ സബ്ജക്റ്റും ഹാവോ ഹാസോ മനസ്സിലായി. ഇനി അടുത്തത് വരുന്നത് വേർബാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് വേണം. അപ്പോൾ നമ്മൾ പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈറ്റ്, എയ്റ്റ്, ടോക്ക്, ടോക്ഡ്. ഇത് തന്നെയാണോ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എപ്പോഴും പാസ്റ്റ് ഫോം ആവണമെന്നില്ല. റെഗുലർ വേർബ്സിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോക്ക്, ടോക്ഡ്, വാക്ക്, വാക്ഡ്, സ്മൈൽ, സ്മൈൽഡ്, അങ്ങനെ ED ചേർത്തിട്ട് നമ്മൾ പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കിയ വേർബ്സിന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും അത് തന്നെയാണ്. പക്ഷേ ഇറഗുലർ വേർബ്സിലെ ഈറ്റ്, എയ്റ്റ്, റൈസ്, റോസ് അങ്ങനത്തെ വേർബ്സിനൊക്കെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വേറെയാണ്. ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേർബ്സിൻ്റെ ഒരു ലിസ്റ്റാണ്. അതിൻ്റെ പാസ്റ്റ് ഫോമും ഉണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ട്. ആ ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അങ്ങനെ ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്കിനി ഉപയോഗിക്കുമ്പോൾ ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ ഈ ഇറഗുലർ വേർബ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. റൺ. റണ്ണിൻ്റെ പാസ്റ്റ് ടെൻസ് റാൻ ആയിരുന്നു, പക്ഷെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ റൺ തന്നെയാണ്. റൈസ്. റൈസ് ഉദിക്കുക. റൈസിൻ്റെ പാസ്റ്റ് ടെൻസ് റോസ് ആണ്, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ റൈസൻ. അതുപോലെ സ്പീക്ക്. സ്പീക്കിൻ്റെ പാസ്റ്റ് ടെൻസ് സ്പോക്ക് ആണ്, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ സ്പോക്കൺ. ഗോ. ഗോൻ്റെ പാസ്റ്റ് ടെൻസ് വെൻറ്റ്, പക്ഷെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൺ ആണ്. അതുകൊണ്ട് തന്നെ ഈ വേർബ്സിൻ്റെ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക, ഒന്ന് വായിച്ചു നോക്കുക. കാരണം വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റിൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നതിന് കുറച്ച് ടിപ്പുകളുണ്ട്. ചില വാക്കുകൾ നമ്മുടെ സെൻറ്റൻസിൽ വരികയാണെങ്കിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യുക. അത് ഏതൊക്കെയാണ്? അൺഫിനിഷ്ഡ് ടൈംസ് ഉള്ളപ്പം നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യുക. എന്താ ഈ അൺഫിനിഷ്ഡ് ടൈം? അൺഫിനിഷ്ഡ് ടൈം ഉണ്ടെങ്കിൽ ഇപ്പം ഫിനിഷ് ടൈം ഉണ്ടോ? ഉണ്ട്. ഇത് രണ്ടും എന്താ നോക്കാം. പേര് പോലെ തന്നെ അൺഫിനിഷ്ഡ് ടൈം എന്ന് പറഞ്ഞാൽ ആ ടൈം കഴിഞ്ഞിട്ടില്ല. ഒരു എക്സാമ്പിൾ നോക്കാം. ദിസ് വീക്ക്, ഈ ആഴ്ച. ഈ ആഴ്ചയിൽ ഈ ദിവസം കൂടി ഇല്ലേ, അപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല. അതുമാതിരി ദിസ് ഡേ, ഈ ദിവസം, ഈ ദിവസത്തിൽ ഈ സമയം കൂടി ഉണ്ട്. അതുകൊണ്ട് ദിസ് വീക്ക്, ദിസ് ഡേ, ദിസ് മിനിറ്റ്, ദിസ് അവർ, ദിസ് ഇയർ ഇതൊക്കെ അൺഫിനിഷ്ഡ് ടൈം ആണ്. ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത് ഇതൊക്കെ ഫിനിഷ്ഡ് ടൈംസ് ആണ്. 1982
ഇത് അൺഫിനിഷ് ടൈമാണോ ഫിനിഷ് ടൈമാണോ? ഇത് ഫിനിഷ് ടൈമാണ്. കാരണം 1982 കഴിഞ്ഞു പോയില്ലേ, 2021 കഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് അൺഫിനിഷ്ഡ് ടൈമാണ്. അപ്പോൾ ഈ ഫിനിഷ്ഡ് ടൈംസിൽ നമ്മൾ സാധാരണ സിമ്പിൾ പാസ്റ്റിലാണ് സെൻറ്റൻസസ് ഉണ്ടാക്കുക. അൺഫിനിഷ്ഡ് ടൈംസ് ആണെങ്കിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് ഉണ്ടാക്കുക. ഞാൻ പിസ്സ കഴിച്ചിട്ടില്ല. ഐ ഹാവ് നോട്ട് ഹാഡ് പിസ്സ. ഇതുവരെ ഞാൻ പിസ്സ കഴിച്ചിട്ടില്ല, ഇന്നും എനിക്കതൊരു ദുഃഖമാണ്. ഞാൻ പിസ്സ കഴിച്ചില്ല, അതെങ്ങനെ പറയും? ഐ ഡിഡ്ന്റ് ഹാവ് പിസ്സ. എനിക്ക് പിസ്സ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഐ ഡിഡ്ന്റ് ഹാവ് പിസ്സ. അത് കഴിഞ്ഞു, അത് സിമ്പിൾ പാസ്റ്റിൽ കഴിഞ്ഞ സംഭവമാണ്. പക്ഷെ ഞാൻ പിസ്സ കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഹിൻ്റായിട്ട് യൂസ് ചെയ്യാം. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ പ്രസന്റ് പെർഫെക്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കുക. നീ ഈ സിനിമ കണ്ടിട്ടുണ്ടോ? അങ്ങനെ പറയാം, ഹാവ് യു വാച്ച്ഡ് ദിസ് മൂവി. ഹാവ് യു വാച്ച്ഡ് ദിസ് മൂവി. ഇതൊക്കെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിലാണ് ഉണ്ടാക്കുക. ഇതിൻ്റെ ഉത്തരമായിട്ട് ഞാൻ ആ സിനിമ കണ്ടു എന്നല്ലല്ലോ പറയാം. നീ ആ സിനിമ കണ്ടിട്ടുണ്ടോ? ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. ഐ ഹാവ് വാച്ച്ഡ് ദിസ് മൂവി. ഐ ഹാവ് വാച്ച്ഡ് ദിസ് മൂവി. ഇനി എങ്ങനെയാണ് ഇതിൽ സെൻറ്റൻസസ് നെഗേറ്റ് ചെയ്യാൻ നോക്കാം. സിമ്പിളാണ്. ആദ്യം സബ്ജക്റ്റ് വരും, പിന്നെ ഹാസ് ഹാവ് വരും, അതിൻ്റെ കൂടെ പിന്നെ നോട്ട് വരും, പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് വരും. ഐ ഹാവ് നോട്ട് ഈറ്റൻ പിസ്സ. ഞാൻ പിസ്സ കഴിച്ചിട്ടില്ല. ഷീ ഹാസ് നോട്ട് വാച്ച്ഡ് ദ മൂവി. അവൾ ആ പടം കണ്ടിട്ടില്ല. അവർ ആ ടോപ്പിക്ക് പഠിച്ചിട്ടില്ല. അങ്ങനെ പറയും, ദേ ഹാവ് നോട്ട് സ്റ്റഡീഡ് ദിസ് ടോപ്പിക്. ഇനി പ്രസന്റ് പെർഫെക്റ്റിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ആ ഹാസും ഹാവും എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് വേർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. നീ പിസ്സ കഴിച്ചിട്ടുണ്ടോ? അതെങ്ങനെ പറയും? ആദ്യം ഹാസോ ഹാവോ. നീ എന്ന് പറയുമ്പോൾ യു, യുവിന്റെ കൂടെ എന്താ വരിക? ഹാവ്. ഹാവ് യു ഈറ്റൻ പിസ്സ? ഹാവ് യു ഈറ്റൻ പിസ്സ? അവൾ ആ പടം കണ്ടിട്ടുണ്ടോ? എങ്ങനെ പറയും? അവള്, ഷീന്റെ കൂടെ ഹാസ് ആണ് വരിക. ഹാസ് ഷീ വാച്ച്ഡ് ദ മൂവി? അവർ ആ ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടോ? അവര്, ദേന്റെ കൂടെ ഹാവ് ആണ് വരിക. ഹാവ് ദേ സ്റ്റഡീഡ് ദ ടോപ്പിക്? ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയപ്പം ഡിഡ് ദേ ഗോ, ഡിഡ് ഷീ ഈറ്റ്, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയത്. ഡിഡ് ഷീ എയ്റ്റ് എന്നല്ല ചോദിച്ചത്, ഡിഡ് ഷീ ഈറ്റ് എന്നാണ് ചോദിച്ചത്. പക്ഷെ ഇവിടെ കണ്ടോ, ഹാസ് ഷീ ഈറ്റൻ. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ വേർബിൻ്റെ സിമ്പിൾ ബേസിക് ഫോം ഉപയോഗിക്കുക. പക്ഷെ പ്രസന്റ് പെർഫെക്റ്റിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വേണം ഉപയോഗിക്കാൻ. ഇത് തെറ്റിക്കരുത്. ഹാസ് ഷീ എയ്റ്റ് എന്ന് പറയരുത്, ഹാസ് ഷീ ഈറ്റ് എന്ന് പറയരുത്, ഹാസ് ഷീ ഈറ്റൻ എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ, ഈ പ്രസന്റ് പെർഫെക്റ്റ് നമ്മൾ ഉപയോഗിക്കണോ? ഇതിന് പകരം സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്താൽ പോരെ? ഇപ്പോൾ ഐ ലോസ്റ്റ് മൈ ഫോൺ പോരെ? ഐ ഹാവ് ലോസ്റ്റ് മൈ ഫോൺ എന്ന് പറയണോ? ഒരു ഉദാഹരണം നോക്കാം. വി ഹാവ് ബീൻ മാരീഡ് ഫോർ 10 years. ഇതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങൾ 10 വർഷമായിട്ട് വിവാഹിതരാണ്. വി ഹാവ് ബീൻ മാരീഡ് ഫോർ 10 years. ഇപ്പോഴും ഞങ്ങൾ വിവാഹിതരാണ് അല്ലേ? പക്ഷേ സിമ്പിൾ പാസ്റ്റ്ലി സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കിയേ. വി വെയർ മാരീഡ് ഫോർ 10 years. അങ്ങനെ പറയുമ്പം 10 വർഷം മുമ്പ് ഞങ്ങൾ കല്യാണം കഴിച്ച ആൾക്കാരായിരുന്നു, ഇപ്പം ഞങ്ങൾ ഡൈവേഴ്സ്ഡ് ആണെന്ന് അർത്ഥം വരിക. ഇവിടെ പിന്നെ ഉപയോഗിക്കാൻ പറ്റിയൊരു കാര്യം വി ആർ മാരീഡ് ഫോർ 10 years എന്നാ പ്രസന്റ് ടെൻസിൽ പറയാം. അപ്പോൾ ഇവിടെ പ്രസന്റ് ടെൻസിൽ പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാം പ്രസന്റ് ടെൻസിൽ പറയാൻ പറ്റുമെന്ന്. ഐ ഹാവ് ലോസ്റ്റ് മൈ ഫോണിന് ഐ ലൂസ് മൈ ഫോൺ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഐ ലോസ്റ്റ് മൈ ഫോണിലെ പറയേണ്ടത്. അപ്പോൾ ചില കേസസിൽ പ്രസന്റ് പെർഫെക്റ്റിന് പകരം സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എല്ലാ കേസിലും പറ്റില്ല. ഇനി വാട്ട്, ഹൗ, വെയർ, വിച്ച് മുതലായ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് പ്രസന്റ് പെർഫെക്റ്റിൽ ഉണ്ടാക്കാൻ നോക്കാം. വളരെ സിമ്പിളാണ്. നേരത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞില്ലേ? ആ ക്വസ്റ്റ്യൻ്റെ മുമ്പായിട്ട് ഈ ഡബ്ല്യു അല്ലെങ്കിൽ എച്ച് വേർഡ് ഇട്ടാൽ മതി. എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വോട്ടോ വിച്ചോ വേറോ അതിടുക. അത് കഴിഞ്ഞിട്ട് ഹാവോ ഹാസോ വരും. പിന്നെ നമ്മുടെ സബ്ജക്റ്റ് വരും. അത് കഴിഞ്ഞിട്ട് വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വരും. വേർ ഹാവ് യു ബീൻ ഓൾ ഡേ? ഇന്ന് മുഴുവൻ നിങ്ങൾ എവിടെയായിരുന്നു? വേർ ഹാവ് യു ബീൻ ഓൾ ഡേ? വാട്ട് ഹാവ് യു ഈറ്റൻ ഫോർ ലഞ്ച് ടുഡേ? നിങ്ങൾ ഇന്ന് ലഞ്ചിന് എന്താണ് കഴിച്ചത്? ഹൗ മെനി ടൈംസ് ഹാസ് ഹി ഗോൺ ഔട്ട് ടുഡേ? ഇന്ന് അവൻ എത്ര തവണയാണ് പുറത്തു പോയത്? ഹൗ മെനി ടൈംസ് ഹാസ് ഹി ഗോൺ ഔട്ട് ടുഡേ? അപ്പോൾ ഇതിൽ കോൺട്രാക്ഷൻസ് ഇടയ്ക്ക് ഞാൻ ഉപയോഗിച്ചിരുന്നു. ഹാസ് നോട്ടിന് ഹാസിൻറ്റ്, ഹാവ് നോട്ടിന് ഹാവിൻറ്റ്, അല്ലെങ്കിൽ ഐ ഹാവിന് ഐ ഹവ്, ദേ ഹാവിന് ദേവ്, ദേവ് ഗോൺ, ദേവ് ഈറ്റൻ. അങ്ങനെ കോൺട്രാക്ഷൻസ് യൂസ് ചെയ്യാം. പക്ഷേ ഇംഗ്ലീഷിൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാവ് ദേ ഈറ്റൺ എന്നുള്ള ചോദ്യത്തിന് ദേവ് എന്ന് പറയരുത്, ദേ ഹാവ് എന്ന് തന്നെ എഴുതി വെക്കണം. ദേ ഹാവ് എന്ന് തന്നെ പറയും വേണം. അഫർമേറ്റീവ് ആയ സെൻറ്റൻസ് കോൺട്രാക്ട് ചെയ്യരുത്. ദേ ഹാവ്, ഷീ ഹാസ് എന്നൊക്കെ പറയണം. നെഗറ്റീവ് കുഴപ്പമില്ല, ദേ ഹാവിൻറ്റ്, ഷീ ഹാസിൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ പോസിറ്റീവായ സെൻറ്റൻസ് ഫുൾ പറയണം, കോൺട്രാക്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇനി എവിടെയൊക്കെയാണ് പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. പാസ്റ്റിൽ നടന്നൊരു കാര്യം പക്ഷേ പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുന്നതിന് പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യും. വി ഹാവ് ലിവ്ഡ് ഇൻ ഹൈദരാബാദ് ഫോർ 11 years. ഞങ്ങൾ 11 വർഷമായിട്ട് ഹൈദരാബാദിലാണ് താമസിക്കുന്നത്.
അപ്പോൾ മുമ്പ് നമ്മൾ ഹൈദരാബാദാണ് താമസിച്ചിരുന്നത്, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇത് കാണിക്കാനുള്ള സെൻറ്റൻസസ് ഒക്കെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിലാണ് ചെയ്യാം. ദേ ഹാവ് ഫൊഗോട്ടൻ ദ അംബ്രേല. അവർ കുടയെടുക്കാൻ മറന്നിട്ടുണ്ട്. അവർ മറന്നു, ഇപ്പോഴും അവരെടുത്തിട്ടില്ലത്. ദേ ഹാവ് ഫൊഗോട്ടൻ ദ അംബ്രേല. അവൾ കഴിച്ചിട്ടുണ്ട്. ഷീ ഹാസ് ഓൾറെഡി ഈറ്റൻ. അവൾ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പം അവൾക്ക് വിശപ്പുണ്ടാവില്ല. അങ്ങനെ ഒരു ധ്വനി അവിടെ ഉണ്ട്. ഷീ ഹാസ് ഓൾറെഡി ഈറ്റൻ. എപ്പോഴാണ് കഴിച്ചെന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വിശക്കില്ല എന്നുള്ള കാര്യമാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ഷീ ഹാസ് ഓൾറെഡി ഈറ്റൻ. പിന്നെ നമ്മൾ ലൈഫ് എക്സ്പീരിയൻസസ് പറയാൻ വേണ്ടിയിട്ട്, ഞാൻ ഡൽഹിയിൽ പഠിച്ചിട്ടുണ്ട്. ഐ ഹാവ് സ്റ്റഡീഡ് ഇൻ ഡൽഹി. ഞാൻ കുറേ തവണ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഐ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ് മെനി ടൈംസ്. നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ക്രിക്കറ്റ് പണ്ട് കളിച്ചതൊക്കെ പറയാണ്. ഐ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ് മെനി ടൈംസ്. പിന്നെ നമ്മൾ അൺഫിനിഷ്ഡ് ടൈംസ് പഠിച്ചില്ലേ, അങ്ങനെ അൺഫിനിഷ്ഡ് ടൈംസ് വരുമ്പോൾ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യുക. യു ഹാവ് ഓൾറെഡി ഈറ്റൻ 4 chocolates ടുഡേ. സ്റ്റോപ്പ് ഈറ്റിംഗ് ടു മെനി ഓഫ് ദം. അവൾ ഇന്ന് ഓൾറെഡി 4 ചോക്ലേറ്റ് കഴിച്ചു. ഷി ഹാസ് ഓൾറെഡി ഈറ്റൻ 4 chocolates ടുഡേ. അപ്പോൾ ടുഡേ എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഓൾറെഡി അവൾ നാളിനെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നിന് തീരുമ്പോഴേക്ക് അവൾ കുറേയും കൂടെ കഴിക്കും എന്നുള്ള അർത്ഥത്തിൽ ഷി ഹാസ് ഓൾറെഡി ഈറ്റൻ 4 chocolates ടുഡേ. അപ്പോൾ അൺഫിനിഷ്ഡ് ടൈമാണ് ടുഡേ. അത് കാരണമാണ് പ്രസന്റ് പെർഫെക്റ്റിൽ പറയണത്. അല്ലെങ്കിൽ മുമ്പ് പണ്ട് എപ്പോഴെങ്കിലും നടന്നൊരു കാര്യം, കുറേ റിപ്പീറ്റഡ് ആയിട്ട് നടന്ന കാര്യങ്ങൾ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിൽ പറയും. ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ പലതവണ കഴിച്ചിട്ടുണ്ട്. ഐ ഹാവ് ഈറ്റൻ അറ്റ് ദാറ്റ് റെസ്റ്റോറൻറ്റ് മെനി ടൈംസ്. അതുമാതിരി തന്നെ ജസ്റ്റ് ഇപ്പം തീർന്ന കാര്യങ്ങൾ, ഇപ്പം ചെയ്തു തീർന്ന കാര്യങ്ങൾക്ക് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. അപ്പോൾ ആ സെൻറ്റൻസുകളിൽ നമ്മൾ ജസ്റ്റ് എന്നുള്ള വാക്കൊന്ന് ഉപയോഗിക്കും. ഹാവ് യു ജസ്റ്റ് ഫിനിഷ്ഡ് വർക്ക്? നീ ഇപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടുള്ളോ? ഹാവ് യു ജസ്റ്റ് ഫിനിഷ്ഡ് വർക്ക്? ഐ ഹാവ് ജസ്റ്റ് ആസ്ക്ഡ് ഹെർ ദ ക്വസ്റ്റ്യൻ. ഞാൻ ഇപ്പോൾ അവളുടെ അടുത്ത് ചോദിച്ചേ ഉള്ളൂ. ഐ ഹാവ് ജസ്റ്റ് ആസ്ക്ഡ് ഹെർ ദ ക്വസ്റ്റ്യൻ. ഐ ഹാവ് ജസ്റ്റ് ഈറ്റൻ മൈ ഫുഡ്. ഞാൻ ഇപ്പോൾ കഴിച്ചിട്ടേ ഉള്ളൂ. അതുമാതിരി തന്നെ നമ്മൾ പാസ്റ്റിൽ ചെയ്ത എന്തെങ്കിലും കാര്യത്തിൻ്റെ ആ ടൈം നമുക്ക് പറയാൻ താല്പര്യമില്ല അല്ലെങ്കിൽ അറിയാൻ താല്പര്യമില്ലെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റിൽ പറയും. ഷീ ഹാസ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഷീ ഹാസ് സ്റ്റഡീഡ് ജാപ്പനീസ്. അങ്ങനെ കാര്യങ്ങൾ പണ്ടെപ്പോഴും പഠിച്ചിട്ടുണ്ട്. എപ്പോഴാണ് പഠിച്ചതെന്നുള്ളത് ഇപ്പോൾ പ്രസക്തിയില്ല. പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിലാണ് പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് പ്രസന്റ് പെർഫെക്റ്റ് പഠിച്ചു. ഇനി കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നമുക്ക് വല്ലതും മനസ്സിലായോ എന്ന് അറിയണ്ടേ. ഐ ഹാവ് ഡൺ ഇറ്റ് യെസ്റ്റർഡേ. ഈ സെൻറ്റൻസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഐ ഹാവ് ഡൺ ഇറ്റ് യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്ന് പറയുന്നത് ഫിനിഷ്ഡ് ടൈമാണ്. ഫിനിഷ്ഡ് ടൈം നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിനെ സിമ്പിൾ പാസ്റ്റിലത്തെ ഒരു സെൻറ്റൻസ് ആക്കാം. ഐ ഡിഡ് ഇറ്റ് യെസ്റ്റർഡേ. ഐ ഡിഡ് ഇറ്റ് യെസ്റ്റർഡേ. അടുത്ത ക്വസ്റ്റ്യൻ. ഹീ ഹാസ് ബ്രോക്കൺ ഹിസ് ടോയ്. ഹീ ഹാസ് ബ്രോക്കൺ ഹിസ് ടോയ്. ഇത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഹീ ഹാസ് ബ്രോക്കൺ ഹിസ് ടോയ്. അവൻ അവൻ്റെ കളിപ്പാട്ടം പൊട്ടിച്ചു കളഞ്ഞു. ദേ ഹാവ് കോൾഡ് അസ് യെസ്റ്റർഡേ. ദേ ഹാവ് കോൾഡ് അസ് യെസ്റ്റർഡേ. ആദ്യം പറഞ്ഞ അതേ പ്രശ്നമാണ്. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഫിനിഷ് ടൈമാണ്. ഒന്നില്ലെങ്കിൽ ഇത് യെസ്റ്റർഡേ എടുത്ത് കളയാം, അല്ലെങ്കിൽ നമുക്കിതിനെ സിമ്പിൾ പാസ്റ്റിലത്തെ ഒരു സെൻറ്റൻസ് ആക്കാം. ദേ കോൾഡ് അസ് യെസ്റ്റർഡേ. സിമ്പിൾ പാസ്റ്റിലാക്കുമ്പോൾ ദേ കോൾഡ് അസ് യെസ്റ്റർഡേ. അടുത്ത ചോദ്യം. വെൻ ഹാസ് ഷീ റെഡ് ദ ബുക്ക്? വെൻ ഹാസ് ഷീ റെഡ് ദ ബുക്ക്? ഈ ചോദ്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഒരിക്കലും വെൻ യൂസ് ചെയ്യാൻ പാടില്ല ക്വസ്റ്റ്യൻ വേർഡായിട്ട്. അതെന്താ കാരണം? അവൾ ബുക്ക് വായിച്ച് കഴിഞ്ഞത് എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ സംഭവം കഴിഞ്ഞു അല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞു പ്രസൻറ്റ് പെർഫെക്റ്റിൽ അൺഫിനിഷ്ഡ് ടൈമിലുള്ള കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ. ബുക്ക് വായിച്ച് ഓൾറെഡി കഴിഞ്ഞില്ലേ? അപ്പോൾ അത് എപ്പോഴാണ് കഴിഞ്ഞതെന്ന് ചോദിക്കാൻ സിമ്പിൾ പാസ്റ്റ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ്. വെൻ വെച്ചിട്ട് ഒരു കാരണവശാലും ക്വസ്റ്റ്യൻസ് പ്രസൻറ്റ് പെർഫെക്റ്റിൽ ചോദിക്കാൻ പാടില്ല. അപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക? നമുക്ക് സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ വെൻ ഡിഡ് ഷീ റീഡ് ദ ബുക്ക് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അവൾ ബുക്ക് വായിച്ചോ, ഹാസ് ഷീ റെഡ് ദ ബുക്ക് എന്ന് ചോദിക്കാം. അത് പ്രസൻറ്റ് പെർഫെക്റ്റിലാണ്. അവൾ ബുക്ക് വായിച്ചിട്ടുണ്ടോ, ഹാസ് ഷീ റെഡ് ദ ബുക്ക്. അല്ലെങ്കിൽ എപ്പോഴാണ് അവൾ ബുക്ക് വായിച്ചത്, വെൻ ഡിഡ് ഷീ റീഡ് ദ ബുക്ക്. ഒരിക്കലും വെൻ ഹാസ് ഷീ റെഡ് ദ ബുക്ക് എന്ന് ചോദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വെൻ ഹാസ് ഷീ മെറ്റ് അരുൺ, എപ്പോഴാണ് അരുണിനെ പരിചയപ്പെട്ടത് അല്ലെങ്കിൽ കണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. വെൻ ഹാസ് ഷീ ഈറ്റൺ ഹെർ ലഞ്ച്, എപ്പോഴാണ് അവൾ ലഞ്ച് കഴിച്ചിട്ടുള്ളത്, അങ്ങനെ ചോദിക്കാൻ പാടില്ല. വെൻ ഡിഡ് ഷീ ഈറ്റ് ഹെർ ലഞ്ച്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുമെന്ന് വിചാരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. ഡിഡ് ദേ എവർ ഈറ്റൺ ദേർ? ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡിഡ് ദേ എവർ ഈറ്റൺ ദേർ? നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ്ലി സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ഡിഡ് വെച്ചല്ല ഹാവോ ഹാസോ ആണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഈ സെൻറ്റൻസ് തെറ്റാണ്. എങ്ങനെയാണ് ശരിയാക്കുക?
ഹാവ് ദേ എവർ ഈറ്റൻ ദെയർ, അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റാം, ഡിഡ് ദേ എവർ ഈറ്റ് ദെയർ. അടുത്ത ചോദ്യം, ഹാസ് ഹി എവർ ഫ്ലൈ ഇൻ ബിസിനസ് ക്ലാസ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മൾ വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കണം എന്ന് പറഞ്ഞില്ലേ? ഫ്ലൈയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്താ? ഫ്ലോൺ. ഹാസ് ഹി എവർ ഫ്ലോൺ ഇൻ ബിസിനസ് ക്ലാസ്? അടുത്തത്, ഷീ ഹാസ് ഫൊഗോട്ട് ദ നെയിം. ഇത് എളുപ്പമാണല്ലേ? ഷീ ഹാസ് ഫൊഗോട്ടൺ ദ നെയിം. നേരത്തെ പറഞ്ഞു തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ്ലി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് ഉപയോഗിക്കണം. അടുത്തത്, ദേ ബീൻ ടു ആഗ്ര. ഇത് എളുപ്പമാണ്, ആ ഹാവ് ഇട്ടുപോയില്ലേ? ദേ ഹാവ് ബീൻ ടു ആഗ്ര. ഐ ഹാസ് ഈറ്റൻ പിസ്സ. ഇതും ഭയങ്കര എളുപ്പമാണ്. അതിൻ്റെ കൂടെ ഹാസ് അല്ല, ഹാവ് ആണ്. ഐ ഹാവ് ഈറ്റൻ പിസ്സ. അപ്പോൾ എല്ലാവരും പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഒരു സെൻറ്റൻസെങ്കിലും ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.